ഞാൻ ഇവിടെ നിൽക്കുന്നത് കുറച്ചു പേർക്ക് ഇഷ്ടമല്ല എന്ന് തോന്നുന്നു ബിഗ് ബോസ്. അനുമോൾ അതൊക്കെ നോക്കിയാണോ ഇവിടെ വന്നത്? അനുമോൾക്ക് ഒരു ഫോക്കസ് ഇല്ലേ? അറിയാം, കുറെ സ്നേഹിച്ചിട്ട് പിന്നെ നമ്മളെ കുറെ ദ്രോഹിക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ബിഗ് ബോസ്. ഒറ്റപ്പെടുത്തുന്നത് പോലെ തോന്നുക ബിഗ് ബോസ്. അമ്മയുടെ സൗണ്ട് ഒന്ന് കേൾപ്പിച്ചു തരുമോ? ആരാണ് അനുമോളെ ഇങ്ങനെ കരയിപ്പിച്ചത്? ഒരു ഗ്യാങ് ആയിട്ട് നിന്നിട്ടാണ്. എനിക്ക് അച്ഛന്റെ അമ്മയുടെ സൗണ്ട് ഒന്ന് കേൾപ്പിച്ചു തരുമോ? തിരിച്ചൊന്നും ഞാൻ മിണ്ടൂല്ല. ബിഗ് ബോസ് വിളിച്ചു തന്ന കാര്യം ഞാൻ ആരോടും പറയത്തില്ല. അവരുടെ ശബ്ദം ഒന്ന് കേട്ടാൽ മാത്രം മതി. ഭയങ്കരമായിട്ട് അച്ഛനെയും അമ്മേനെയും മിസ് ചെയ്യുന്നു. ഒരൊറ്റ മിനിറ്റ് കേട്ടാൽ മതി എന്ന് അനുമോള് പറയുന്നു. ഈ മത്സരത്തെ പറ്റി അറിഞ്ഞിട്ട് തന്നെയല്ലേ ഇങ്ങോട്ട് വന്നത്? ഇവിടെ തളർത്താൻ പലരും ഉണ്ടാവും. ഓരോരുത്തരെ പുറത്താക്കി 100 ദിവസം പിന്നിട്ട് ഒരാൾ മാത്രമല്ല ഈ ഷോ ജയിക്കുക. അനുമോൾക്ക് അതാവണ്ടേ എന്ന് ബിഗ് ബോസ് ചോദിക്കുന്നത് തിരിച്ച്. കുറച്ചു നേരം മനസ്സിനെ ശാന്തമാക്കി ഇവിടെ തന്നെ ഇരിക്കുക എന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് അനുമോളുടെ അടുത്ത്. അനുമോള് പണിപ്പുരയുടെ ആ ഒരു ഗ്ലാസ് ഡോറിൽ ഇങ്ങനെ നോക്കി കരയുന്നത് കണ്ടിട്ടാണ് ബിഗ് ബോസിനെ. അനുമോള് പണിപ്പുരയുടെ ആ ഒരു ഗ്ലാസ്സിൽ നോക്കി നിന്ന് ഇങ്ങനെ കരയുന്നുണ്ട്, വല്ലാതെ ഇമോഷണൽ ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അത് കണ്ടിട്ടായിരിക്കണം ബിഗ് ബോസ് അനുമോളെ കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചത്. വല്ലാതെ തളർന്ന ഒരു മാനസികാവസ്ഥയിലാണ് നിലവിൽ അനുമോൾ ഉള്ളത്. അതിൽ നിന്നും അധികം വൈകാതെ തന്നെ പുള്ളിക്കാരി തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഭയങ്കരമായ രീതിയിൽ അവിടെ കരഞ്ഞ് ഇമോഷണൽ ആയിട്ട് ആണ് കൺഫെഷൻ റൂമിലേക്ക് ചെന്നത്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും